ഹലോ ഫ്രണ്ട്സ്, രാവിലെ പട്ടിഷയാണെന്ന് ആരും കരുതണ്ട. അവൾ കുറേ നാൾ കൊണ്ടുള്ളൊരാഗ്രഹം പറയുകയാണ്, അവൾക്ക് അമ്മയെ മുടിയിലൊന്ന് കറ്റാർ വാഴ തേച്ച് തരുമോ എന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ അവളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അവൾ പറയണം, അവൾ എന്നെ ഇൻട്രോ പറയുമെന്ന്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുടി തേക്കാൻ പറ്റുന്ന ഒരു കറ്റാർ വാഴേൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. നമുക്കപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കറ്റാർ വാഴ കട്ട് ചെയ്യാം. കറ്റാർ വാഴ കട്ട് ചെയ്യാൻ ഞങ്ങളുടെ വീട്ടുവളപ്പിൽ തന്നെ അത് ഇച്ചിരിയൊക്കെ ഞങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചീത്ത ആറായി എന്ന് എനിക്ക് തോന്നിയ നിന്ന് കഴിഞ്ഞാൽ ചീത്തയായിപ്പോൾ വെറുതെ എന്തിനാണ് അത് ഇല്ലാതാക്കി കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്നൊരു ഒരു 3 ഇതൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേസ്. കൂടുതലൊന്നുമില്ല, ഒരു 3 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ആ മഞ്ഞ കളർ സാധനം തേക്കാൻ പാടില്ലെന്ന് എല്ലാവരും ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒന്ന് ജസ്റ്റ് കുറച്ച് സമയം കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മഞ്ഞ കളറിലുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കറ, അതങ്ങ് പോയി കേട്ട്. അങ്ങനെ ഞങ്ങൾ അതങ്ങനെ വെച്ചു. അമ്മയെ ഞാനിച്ചിരി റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കിലും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ആ മോളെ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതും അവൾ ഓടിയെത്തി. വേറൊന്നുമല്ല, ഇഡ്ഡലിയും ചമ്മന്തിയും. അവൾക്ക് ഇഷ്ടമാണ്. ആദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു, ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ചമ്മന്തി, ദോശ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവൾക്ക് ഞാൻ ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ലേശം ഒഴിച്ചു കൊടുത്തു. കഴിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. ഇഡ്ഡലിയും ചമ്മന്തി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കൊള്ളാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ അവൾ വോയിസ് ഒന്നും ഇതിൽ വരത്തില്ല എന്നുള്ള രഹസ്യം അവൾ അറിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. അറിയുമ്പോൾ എന്നെ തീർച്ചയായിട്ടും റെഡിയാക്കും. ഇനി നമുക്ക് ദൗത്യത്തിലേക്ക് മടങ്ങാം. നമ്മൾ 3 കറ്റാർ വാഴ എടുത്തുകൊണ്ട് വന്നല്ലോ, അതൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. വീഡിയോ ഒന്നും എടുക്കാൻ വലിയ സൗകര്യം ഇല്ലെങ്കിലും നമ്മളുള്ളതിൽ സംതൃപ്തരാണ്. പൊന്നുമാണ് വീഡിയോ എടുത്ത് തരുന്നത്. കാരണം നമുക്ക് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ആദ്യമായിട്ടാണ്, നിങ്ങൾക്ക് ചാനൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. അത് മോളുടെ ഒരു ഇഷ്ടപ്രകാരമാണ് തുടങ്ങുന്നത്. അപ്പം അവളുടെ ഒരു സന്തോഷവും കൂടെ കണക്കിലെടുത്താണ് ഞാനും കൂടെ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മോൾക്ക് എപ്പോഴും പരാതിയാണ്, അമ്മേ എൻ്റെ വീഡിയോയ്ക്ക് എന്താ 3-4 ലൈക്ക് മാത്രമല്ലേ ഉള്ളൂ, അതെന്താ കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ്. എന്നാലും നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ മോളെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കും ഇതേപോലെ കുറേ ചേച്ചിമാർക്കൊക്കെ ഉള്ളതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് അവൾ അരിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ വോയിസ് എടുക്കണേന്ന് പറഞ്ഞൊക്കെ ബഹളം ഉണ്ടാക്കി പോയിട്ടുണ്ട്. സാധാരണ ഞാൻ ഇതൊന്നും മോളുടെ തലയിൽ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. പിന്നെ അവൾക്ക് കുറേ നാളുകൊണ്ടേ പറയുന്നത്, അപ്പോൾ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ചെറുതായിട്ടൊക്കെ, എനിക്കിത് അത്ര പിടിയില്ല ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊന്നും. എന്നാലും ഞാൻ വീഡിയോയിലൊക്കെ കണ്ടൊരു ഉദ്ദേശത്തിലാണ് ഈ സൈഡൊക്കെ അരിഞ്ഞു കൊടുക്കണമെന്ന് കണ്ടു. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ആദ്യമേ വീഡിയോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹായ് ഗൈസ്, എല്ലാ വീഡിയോയിലും ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ വോയിസ് ഇടുന്നത്. എല്ലാത്തിലും ഹായ് ഗൈസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. പൊന്നു നിൻ്റെ ഹായ് ഗൈസ് ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞ് എൻ്റെ സമാധാനമൊക്കെ പോയി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട്, നല്ല പാടായിരുന്നു ഇത് എടുക്കാനായിട്ട്. അവൾ അവസാനം പറയുന്നുണ്ട് നല്ല എളുപ്പമായിരുന്നു, നല്ല സുഖമാണെന്നൊക്കെ. പക്ഷെ ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തുള്ളൂ. കറ്റാർവാഴ ഇച്ചിരി മൂത്ത് പോയോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരാൻ നന്നേ പാടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നടുക്ക് അതിൻ്റെ ആ തൊലി പൊളിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് ഇനി കൈ കൊണ്ടാണോ അത് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം, ഇത് ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ പൾപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് എടുക്കാം. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാണല്ലോ തലയിലേക്കുള്ളത്, അതുകൊണ്ട് അതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അതൊന്നും വരാൻ വലിയ പ്രയാസമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അത് കട്ട് ചെയ്യാൻ മാത്രമേ ഇച്ചിരി എനിക്ക് പ്രയാസമായിരുന്നു. അത് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. 3 എടുത്തിട്ടും ഇത്രയാണ് ഉണ്ടായിരുന്നത് അതിൽ. അവൾക്ക് തേക്കാൻ മാത്രമേ കാണുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ ഉറപ്പായിരുന്നു. അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മേ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് പൊന്നൂസെത്തി. പൊന്നൂസിനെയും കൂടെ കാണിക്കണം അമ്മേ വീഡിയോയിലെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അത് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അവളുടെ മുടിയിൽ തേക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇരിക്കടി എന്ന് പറഞ്ഞ് തളർന്ന അവസാനം അവൾ ഇരുന്നു. ഇച്ചിരി മേളിലോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞ് അവൾ അങ്ങനെ മേളിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവളുടെ മുടിയിൽ സ്കാൽപ്പിലോട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത വീഡിയോ ഇല്ല ഗൈസ്, കാരണം അവൾ ഫുൾ സീനായിരുന്നു. നല്ല പാടായിരുന്നു അവളെ പിടിച്ചിരുത്തിയത് തേപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള ഇളക്കം മാത്രമേ അവൾക്കുള്ളൂ. അവൾ നിന്ന് തരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അമ്മ എന്നെ വീഡിയോ എടുക്കുക എല്ലാവരും കാണട്ടെ, എൻ്റെ മുടിയൊക്കെ ഒന്ന് കാണട്ടെ ഇങ്ങനെയാണെന്ന്. പക്ഷെ അവളുടെ വോയിസൊക്കെ ഞാൻ കട്ട് ചെയ്തു, കാരണം അവൾ ഫുള്ളും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഗൈസ്.
ബാക്കി ഇനി അവൾ തന്നെ പറയും. അപ്പം നമ്മൾ കറ്റാർവാഴ ഇട്ട് ഞാൻ പോയി കുളിച്ചു. അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി നല്ല രസമാണ്. മറ്റേ നേരത്തെ മുടിയൊക്കെ ഇപ്പൊ കണ്ടോ നല്ല ഇതുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ മുടിയൊക്കെ കാണാൻ. പിന്നെ നല്ല രസമാണ്. നിങ്ങളിങ്ങനെ കറ്റാർവാഴയൊക്കെ എടുത്ത് അരച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ കഴുകിയ അരിയുക, പിന്നെ ശേഷം ഇങ്ങനെ കോരി എടുത്തു അത് മിക്സി ജാറിട്ട് ഭയങ്കര എളുപ്പമാണ്. മുടി നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.